അതായത് നമ്മുടെ പക്ഷം എന്ന് പറയുന്നത് പ്രതിപക്ഷമാണ്. ഓരോ ജേർണലിസ്റ്റും നിങ്ങളിപ്പോഴും 16-ാം തീയതി ഈ വേൾഡ് ജേർണലിസം ഡേയിലാണ്. അപ്പോൾ ഓരോ ജേർണലിസ്റ്റും ആവേണ്ടത് ഇപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പോഴും ഭരണകൂടത്തെ അനുകൂലിക്കുന്ന അപ്പോൾ ഗോദി മീഡിയ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നവംബർ 16 നാഷണൽ പ്രസ് ഡേയുടെ ഭാഗമായി വിസാങ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ സീരീസിന്റെ ഒരു എപ്പിസോഡുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം വന്നിട്ടുള്ളത് നമ്മളുടെ പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റും അതേപോലെ തന്നെ സാമൂഹിക പ്രവർത്തകനുമായിട്ടുള്ള ബഹുമാനപ്പെട്ട കമാൽ വരദൂർ സാറാണ്. അപ്പോൾ ആദ്യമായി കമാൽ വരദൂർ സാറിനെ ഈ ഒരു ഇന്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ആദ്യമായി കമാൽ വരദൂർ സാറിനോട് ചോദിക്കാനുള്ളത്, അപ്പോൾ ഈ ഒരു സ്പോർട്സ് ജേർണലിസത്തിലേക്ക് വരുന്നതിന് മുമ്പ് ബാല്യകാലത്തിൽ തന്നെ ഈ ഒരു സ്പോർട്സ് ജേർണലിസ്റ്റ് ആവണം എന്നുള്ളത് സ്വാധീനിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ക്യാമ്പസ് ജീവിതത്തിലൂടെയാണോ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്? ഞാൻ ജേർണലിസ്റ്റ് ആവാനുള്ളൊരു കാരണം കളിയോടായിരുന്നു താല്പര്യം. ഞാൻ ജനിച്ചത് വളർന്നത് വരദൂർ എന്ന് പറയുന്ന വയനാട്ടിൽ ചെറിയ ഒരു സുന്ദരമായൊരു ഗ്രാമമാണ്, കൽപ്പറ്റക്കൽ. അപ്പോൾ അവിടെ നമ്മുടെ കൂട്ടുകാരുള്ള കാലത്തൊരു 80കളുടെ ഒരു തുടക്കം. ആ കാലത്ത് നല്ല ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, നല്ല ഫുട്ബോളൊക്കെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഞങ്ങൾ നല്ല ഗ്രൗണ്ട് ഔട്ടുണ്ട് സ്കൂൾ, വരദൂർ UP സ്കൂളിൽ നല്ല ഗ്രൗണ്ടുണ്ട്. പിന്നെ നല്ല നിങ്ങൾ വരദൂർ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, നല്ല ഗ്രാമപ്രദേശമാണ്, വയലേലകളുണ്ട്. അപ്പം ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞാൽ പാടങ്ങൾ ഫ്രീ ആയി. അപ്പം നമ്മൾ കളിക്കാൻ സ്ഥലം അപേക്ഷിച്ച് വെക്കും. പിന്നെ നമ്മളവിടെ ആ കൂട്ടായ്മയിൽ നമ്മൾ ജൂനിയർ സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ക്ലബ്ബ്, അതായത് ഈ കുറച്ചുകൂടി സ്പോർട്സ് സംസാരിക്കുന്ന ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാർ. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ക്ലബ്ബ് രൂപീകരിക്കുന്നു. എന്നിട്ട് ആ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഒരു ടൂർണമെൻ്റ്, അന്നത്തെ കാലത്ത് ഭയങ്കര, അതായത് 80കളിൽ എന്ന് പറഞ്ഞാൽ 86 നമ്മൾ മെക്സിക്കൻ വേൾഡ് കപ്പ് വരുന്നുണ്ട്. മറഡോണയൊക്കെ കളിക്ക് ഗംഭീരമായിട്ടില്ല. ആ ഒരു സമയമാണ് നമ്മുടെ ഒരു കൗമാരം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ അന്നൊക്കെ നമുക്ക് ടെലിവിഷനും കാര്യമായിട്ട് എല്ലാ വീടുകളിലും ടെലിവിഷൻ ഇല്ല. അപ്പോൾ നമ്മുടെ സുഹൃത്തുണ്ട് സാജു എന്ന് പറഞ്ഞു, അവൻ്റെ വീട്ടിൽ മെക്സിക്കോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കോൺകക്കാപ്പാണ്. അവിടെ ഈ സമയകൃഷ്ണമുണ്ട്, നമ്മുടെ പുലർവേളകളിലാണ് മത്സരങ്ങൾ. അതും ജൂൺ ജൂലൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര മൺസൂൺ ഏറ്റവും ശക്തമായ സമയം. അപ്പം കനത്ത മഴയാണ്. വരദൂർ വലിയൊരു പുഴയുണ്ട്, വരദൂർ പുഴ. അതിങ്ങനെ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സമയമാണ് ജൂൺ ജൂലൈ എന്ന് പറയുന്നത്. അപ്പോൾ ആ പുലർവേളകളിൽ ഞങ്ങൾ കൂട്ടുകാർ ഈ സാജുവിൻ്റെ വീട്ടിലേക്ക് പുഴയൊക്കെ മാറിയിട്ട് വീട്ടുകാരോട് പറയാതെയൊക്കെ പോയി കളി കണ്ട. അപ്പോഴങ്ങനെ ഒരു ഫുട്ബോൾ പ്രേമം വരികയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇങ്ങനെ ടൂർണമെൻ്റ് കയറ്റിയിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കളിക്കും. വയനാട്ടിലുള്ള മറ്റ് ക്ലബ്ബുകൾ ഒഴിക്കും. അങ്ങനെ വലിയൊരു ചാമ്പ്യൻഷിപ്പായിട്ട് അറിഞ്ഞു. പിന്നെ ആ സമയത്താണ് നമ്മൾ ഡിഗ്രി ഒക്കെ, ഞാൻ സുൽത്താൻബത്തേരി സെൻറ് മേരീസ് കോളേജിൽ എന്ന് പറയും, അവിടെ ഞങ്ങൾക്ക് ഡിഗ്രി ചെയ്ത് പറ്റും. ആ സമയത്ത് നമ്മൾ കോളേജ് ടീമിലുണ്ടായിരുന്നു, കളിക്കുകയായിരുന്നു. ക്രിക്കറ്റിലുണ്ടായിരുന്നു, ഫുട്ബോളിൽ ബോൾ കീപ്പർ, ക്രിക്കറ്റിൽ വിക്കറ്റ് കീപ്പർ, അങ്ങനെ കളിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഈ പഠനത്തിൻ്റെ ഒരു, അതായത് ആ സമയത്തൊക്കെ നമ്മൾ ഈ നമ്മുടെ പാരൻസ് എന്ന് പറയുന്നത് ഈ കളിയേക്കാൾ പഠിക്കണം, പഠിച്ചാൽ മാത്രമാണ് എന്തെങ്കിലും ജോലി അല്ലെങ്കിൽ സാധ്യത എന്നൊക്കെ പറയുന്നു. അപ്പം നമ്മൾ ആ കളിച്ച കളി മെല്ലെ നമ്മൾ ഈ പഠനത്തിൽ PGയിലേക്ക്, ഞാൻ കോഴിക്കോടാണ് PG ചെയ്തത്. അങ്ങനെ മെല്ലെ നമ്മൾ ആ കളി വിട്ടിട്ട് പിന്നെ ആ കണ്ട കളികളെ പിന്നെ കളിക്കാറ്, അങ്ങനെയാണ് എഴുത്തിലേക്ക് വരുന്നത്. PG സമയത്താണ് എഴുത്തിലേക്ക് വരുന്നത്. അങ്ങനെ ആ എഴുത്താണ് ഇത് സ്പോർട്സ് ജേർണലിസ്റ്റായിട്ട് മാറുന്നത്. ആദ്യം കളിക്കാറുണ്ടായിരുന്നു, പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കമാൽ വരദൂർ സാറിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നത് ചന്ദ്രികയിലെ സ്പോർട്സ് എഡിറ്റർ ആണെന്നുള്ളതാണ്. അപ്പോൾ ഈ ചന്ദ്രികയിലേക്ക് എത്താനുണ്ടായ കാരണം, അല്ലെങ്കിൽ ഈ ഒരു ചന്ദ്രികയിലേക്ക് വരാനുണ്ടായ ഒരു വഴിത്തിരിവിനെ കുറിച്ച് സംസാരിക്കാനുണ്ടോ? അതായത് ഞാൻ പറഞ്ഞല്ലോ, PGക്ക് കോഴിക്കോട് വന്നു. PG ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നടക്കാവിലെ നാഷണൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്നൊരു പാരലൽ സ്ഥാപനം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഈ ഉച്ചവരെ നമ്മൾ PG ചെയ്യും. അതിനുശേഷം നമ്മൾ കുറച്ച് എന്താ പറയുക, അധ്യാപനവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇപ്പോൾ കോഴിക്കോട് നമ്മുടെ വിംസിനൊരു പേരുണ്ട്, നമ്മൾ അപ്പോൾ നന്ന മാതൃഭൂമിയിലുള്ള B ബാലചന്ദ്രൻ എന്ന് പറയുന്ന അറിയപ്പെടുന്നൊരു സ്പോർട്സ് ജേർണലിസ്റ്റാണ്. പിന്നെ അന്ന് ചന്ദ്രികയിൽ KP കുഞ്ഞിമൂസ എന്ന് പറയുന്ന തലശ്ശേരിക്കാരൻ, KP എന്നാണ് നമ്മൾ വിളിക്കാറ്. അപ്പം അങ്ങനെ അവരുമായിട്ടൊക്കെ ഇങ്ങനെ ബന്ധമുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് തന്നെ ധാരാളം എഴുതാറുണ്ടായിരുന്നു. നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കേരള കൗമുദിയിലൊക്കെ ധാരാളം ആർട്ടിക്കിൾസ് വരിക. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് KP പറഞ്ഞു ചന്ദ്രികയിലും എഴുതണം.
ടി പഠിക്കുന്ന സമയത്ത്. അപ്പം എൻ്റെ വാപ്പ പറ്റില്ല VK മൊയ്തീൻ കോയ പറ്റി മൂപ്പര് CH മുഹമ്മദ് കോയ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി CHൻ്റെ പ്രസംഗങ്ങൾ CHൻ്റെ എഴുത്തുകളൊക്കെ കണ്ട് ഭയങ്കര ആകൃഷ്ടനായ ഒരാളാണ് വാപ്പ. അപ്പം എന്തായാലും CHൻ്റെ സ്ഥാപനമാണ് ചന്ദ്രിക. അപ്പം ചന്ദ്രികയിൽ എഴുതണം എന്നൊക്കെ വാപ്പ ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ പറയും. അപ്പം അങ്ങനെ ആ ഒരു KPയുടെ ഒരു പ്രോത്സാഹനം ഭയങ്കരമായിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ കൗമുദിയിൽ എഴുതുന്നത് പോലെ തന്നെ നമുക്ക് സ്പോർട്സിനെ കുറിച്ചുള്ള റിവ്യൂസ്, ആർട്ടിക്കിൾസ് ഇതൊക്കെ നമുക്ക് അങ്ങനെ ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ അന്ന് എഴുതിയിരുന്നു കുറേ കാലം മുമ്പ്. അങ്ങനെ ചന്ദ്രികയുമായിട്ട് വലിയ വിംസി എന്ന് നിരന്തരമായിട്ട് KPയോടൊക്കെ പറയുന്നത് കമാൽ നല്ല എഴുത്തുകാരനാണ്, നല്ല നിങ്ങൾ ചന്ദ്രിക അങ്ങനെ ഒരു വിൻഡോ വന്നതോടുകൂടിയാണ് ചന്ദ്രിക. അപ്പോൾ ഈ ചന്ദ്രിക ദിനപത്രത്തിലെ സ്പോർട്സ് ന്യൂസുകളിലൂടെ പ്രമുഖനായ വ്യക്തിയാണ് എന്നാണ് കരുതുന്നത് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പത്രമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെ വലതുപക്ഷം ഇടതുപക്ഷം എന്ന രണ്ട് രീതിയിലുള്ള മാധ്യമങ്ങൾ നമുക്ക് കാണാം. ഈ സ്പോർട്സ് ജേർണലിസം അല്ലെങ്കിൽ സ്പോർട്സ് ന്യൂസ് റൈറ്റിംഗിൽ ഈ വലതുപക്ഷം സ്വാധീനിക്കുന്ന എങ്ങനെയാണ് സ്വാധീനിക്കുന്നുണ്ട്? ശരിക്കും പിന്നെ ജേർണലിസം രംഗത്ത് അങ്ങനെ രണ്ട് പക്ഷം, അതായത് നമ്മുടെ പക്ഷം എന്ന് പറയുന്നത് പ്രതിപക്ഷമാണ്. ഓരോ ജേർണലിസ്റ്റും നിങ്ങളിപ്പോഴും 16-ാം തീയതി ഈ വേൾഡ് ജേർണലിസം ഡേയിലാണ്. അപ്പോൾ ഓരോ ജേർണലിസ്റ്റും ആവേണ്ടത് ഇപ്പം നമ്മൾ ശരിക്കും ഇപ്പോഴും ഭരണകൂടത്തെ അനുകൂലിക്കുന്ന, അപ്പോൾ ഗോദി മീഡിയ എന്നൊക്കെ നമ്മൾ പറയാറില്ല, ഭരണകൂടത്തെ അനുകൂലിക്കുന്ന മീഡിയാസും ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിലുണ്ട്, ദേശീയ തലത്തിൽ നോക്കുകയാണ്. പക്ഷേ ശരിക്കും ജേർണലിസം എന്ന് പറയുന്നത് നമ്മൾ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ഭരണകൂടത്തിൻ്റെ കൊള്ളരുതായ്മകളാണെങ്കിൽ, ന്യൂനതകളാണെങ്കിൽ ഇതൊക്കെ വളരെ ശക്തമായിട്ട് തുറന്ന് പറയേണ്ടവരാണ്. അപ്പോൾ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സർക്കാരിന് സ്വന്തമായിട്ട് ഏജൻസി ഉണ്ട്, PRT, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ്. ഓരോ സർക്കാർ, സംസ്ഥാന സർക്കാരാണെങ്കിൽ കേന്ദ്ര സർക്കാരാണെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പ്രകീർത്തിക്കാനായിട്ടുള്ളതാണ് ഈ PR. നമ്മളത് പ്രകീർത്തനമല്ല നമ്മുടെ ജോലി. അപ്പം ജേർണലിസം എന്ന് പറയുന്നത്, ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് പ്രതിപക്ഷത്ത് നിന്ന് ശക്തമായിട്ട് സംസാരിക്കേണ്ട ഒരാളാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ ഈ വർത്തമാനകാല ജേർണലിസം എന്ന് പറയുന്നത് അതൊക്കെ മാറി ഇപ്പം നമ്മൾ പാടി പുകഴ്ത്തുന്നവരായിട്ട് മാറുകയാണ്. അത് ഈ ജേർണലിസം രംഗത്ത് വന്ന ഏറ്റവും വലിയ അപജയമാണ്. കാരണം എന്തുകൊണ്ടാണ് പത്രങ്ങൾ വായിക്കപ്പെടാതെ പോകുന്നത്, ചാനലുകളുടെ വിശ്വാസ്യത എന്താണ് കുറയുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സ്പോർട്സ് ജേർണലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നേരത്തെ പക്ഷമൊന്നുമില്ല. അതായത് കളിയിൽ ഇപ്പം ഞാൻ ചന്ദ്രികയിൽ ജോലി ചെയ്യുന്നു, ചന്ദ്രിക മുസ്ലിം ലീഗിൻ്റെ മുഖത്തിലാണ്. ഇപ്പം സ്പോർട്സ് പേജിലേക്ക് വരുമ്പോൾ നമുക്ക് രാഷ്ട്രീയമില്ല. ഇന്ത്യയിലെ സ്പോർട്സിൽ രാഷ്ട്രീയമുണ്ട്, ധാരാളം തരത്തിലുള്ള. ഇപ്പം നമ്മൾ ഓരോ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ എടുക്കുകയാണെങ്കിൽ പല വിധത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളുണ്ട്. ടീമിൻ്റെ സെലക്ഷനിൽ രാഷ്ട്രീയമുണ്ട്. ഈ നമ്മുടെ അസോസിയേഷൻ, ഫുട്ബോൾ ഫെഡറേഷൻ ആണെങ്കിൽ നമ്മുടെ VCC, ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്, ഇതൊക്കെ പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷെ എഴുത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഗെയിമിനെ വളരെ മനോഹരമായിട്ട്, ഞാൻ തന്നെ കുറേ ഒളിമ്പിക്സ്, വേൾഡ് കപ്പ് ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകാനൊരു കാരണം, നമ്മൾ വേണമെങ്കിൽ വേൾഡ് കപ്പ് ടെലിവിഷനിൽ നോക്കി കാണാം എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യാം. അതെല്ലാം ഞാൻ ചെയ്യുന്നത്. അപ്പം എല്ലാ മാച്ചസും ലൈവ് ഉണ്ട്, മാച്ചസ്. പക്ഷെ നമ്മൾ ഈ ലൈവ് മാച്ചസിനേക്കാൾ നമ്മൾ അവിടെ സ്പോട്ടിൽ പോയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക, നമുക്ക് ആ ആംബിയൻസ് എന്താണ്, ആ ഫീലൊക്കെ മനസ്സിലാവും. ആ ഫീലിനനുസരിച്ച് മനോഹരമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് കുറച്ച് നല്ല വൊക്കാബുലറീസ് ഉണ്ടെങ്കിൽ, നമുക്ക് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, നന്നായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ. ഞാനൊക്കെ ഇപ്പം ചന്ദ്രികയ്ക്ക് വേണ്ടി ഞാൻ 2006 ഏഷ്യൻ ഗെയിംസാണ് എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ അസൈൻമെൻറ്റ്, ഖത്തർ നെദാർ. ഞാനവിടെ എൻ്റെ ലാപ്പുമായിട്ട് പോകുന്നു, ഞാൻ അവിടെ വെച്ച് തന്നെ അത് പേജ് ചെയ്തത്, സ്പോർട്സ് ടീം. അപ്പോൾ ഒരുപക്ഷെ ലോകത്തിൽ വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് ഉത്തരവില്ല. പക്ഷെ അത് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. നമ്മൾ ആ സ്പോട്ടിൽ വെന്യൂവിൽ നിന്ന് നമ്മൾ സ്പോർട്സ് ഡേ ചെയ്യാം. ഇപ്പോൾ ബ്രസീൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ബ്രസീലിൽ നിന്ന് നമ്മൾ പേജ് ചെയ്തിട്ട് ഞാൻ കോഴിക്കോട് ഓഫീസിലേക്ക് സെൻഡ് ചെയ്യാം. ഏറ്റവും ഒരു പാരീസ് ഒളിമ്പിക്സ് 2024. അപ്പോൾ നമ്മൾ അവിടുന്ന് നമ്മൾ കാണുന്ന ആ മത്സരങ്ങൾ, അവലോകനങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് പേജിലേക്ക് കൊടുത്തിട്ട് ആ പേജ് മനോഹരമായിട്ട് നമുക്ക് ഇങ്ങോട്ട് അയച്ചിട്ട് നമ്മൾ അവിടെ നിൽക്കുന്ന പേജാണ് ഇവിടെ പ്രസിദ്ധി ചെയ്യും. അപ്പം താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പക്ഷമില്ല സ്പോർട്സ് ജേർണലിസ്റ്റുകൾ. പക്ഷേ ജനറൽ ജേർണലിസ്റ്റുകൾക്ക് ഞാൻ പറയുന്നൊരു കാര്യം, പക്ഷം പാടില്ല എന്നാണ്. നമ്മൾ പക്ഷം, അതായത് ശരിക്കും നമ്മൾ പ്രതിപക്ഷമാണ്. എന്നാലാണ് നമുക്ക് നിശ്ചിതമായിട്ട് ശക്തമായിട്ട്, നമ്മൾ തമ്മിലുള്ള സംസാരമാണെങ്കിൽ ശക്തമായ ചോദ്യങ്ങളാണ്.
അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് പ്രതികരിക്കാനായിട്ട് വരും. അതേപോലെ തന്നെയാണ് ശക്തമായിട്ടൊരു ജേർണലിസ്റ്റ് എഴുതുമ്പോൾ, ഇപ്പം സോക്കോൾഡ് ഇപ്പോഴും നമ്മുടെ ഈ ഹലസ്കി ഗസ ഇഷ്യൂ അറിയാലോ, എത്രയെത്ര ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെടുന്നത്, കൂടുതൽ ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഈ ജേർണലിസ്റ്റുകളെ ഭരണകൂടം പേടിക്കുകയാണ്. അപ്പം ഇസ്രയേൽ ഭരണകൂടം പേടിക്കുന്നത് ജേർണലിസ്റ്റുകളെയാണ്. അപ്പോൾ അവരവിടെ സ്പോട്ടി ഗസയിലാണെങ്കിൽ ഗസയിൽ വരുന്നുണ്ട്, കാണുന്ന കാഴ്ചകൾ അപ്പോൾ വീഡിയോസ് എടുക്കുന്നുണ്ട്, വാർത്തകളാക്കുന്നുണ്ട്, എല്ലാമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നുണ്ട്. അവരായി കൊല്ലപ്പെട്ടത്. വാർ റിപ്പോർട്ടേഴ്സ് എന്ന് പറയുന്ന നല്ല വളരെ എന്താ പറയുക, നമ്മൾ യുദ്ധമുഖത്തേക്ക് പോകാൻ പലപ്പോഴും നമുക്ക് പേടിയാണ് അല്ലേ? ആരും നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ വാർ ജേർണലിസ്റ്റുകൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ബക്രാദത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ അൽ ജസീറ എന്ന് പറയുന്ന ഒരു ചാനലിനെ നമ്മൾ എടുക്കുന്ന ഖത്തർ ബേസിലാണ്. അപ്പൊ അവരൊക്കെ ചെയ്യുന്ന ജേർണലിസം എന്ന് പറഞ്ഞാൽ അവർ സ്പോട്ടിലേക്ക് പോവുകയാണ്, എന്നിട്ട് അവർക്ക് എൻട്രി പോലും ഗസയിൽ നിഷേധിക്കുകയാണ്. അതായത് ഇസ്രായേൽ ഭരണകൂടം അതായത് ഏതെങ്കിലും ജേർണലിസ്റ്റുകൾക്ക് അവസരം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അത് അൽ ജസീറക്കാണ്, എന്നിട്ടും അവർ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ശരിക്കും നമ്മൾ ആ സത്യത്തെ തുറന്നു കാണിക്കുക. അതാണ് എനിക്ക് ഈ ദിവസത്തിന്റെ, നിങ്ങളിത് ഈ 16 എന്ന ദിവസത്തിലേക്ക് വരുമ്പോൾ പുതിയ തലമുറ, അതായത് ജേർണലിസ്റ്റിലേക്ക് വരുന്ന പുതിയ തലമുറയോട് പറയാനുള്ളത്, നമ്മൾ വെറും വിസിൽ വോക്കേഴ്സ് ആയിട്ട് മാറരുത്. അതിന് പകരമായിട്ട് സത്യത്തെ തുറന്നു പറയണം. ഇപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന പഴയ സ്വദേശാദിമായ വെടിക്കുന്നു, അദ്ദേഹത്തിന്റെ വളരെ വിഖ്യാതമായ ഒരു വേർഡ് എന്ന് പറഞ്ഞ്, ഇഫ് ഗോഡ് കമ്മിറ്റ്സ് ഇൻ ക്രൈം ഐ വിൽ റിപ്പോർട്ട് എന്നാണ്. ദൈവമാണ് എന്തെങ്കിലും ക്രൈം ചെയ്തതെങ്കിൽ ഐ വിൽ റിപ്പോർട്ട്, ഞാനത് റിപ്പോർട്ട് ചെയ്തിരിക്കുമെന്ന് പറയുന്നു. ഇന്നത്തെ കാലത്ത് നമുക്ക് ആർക്കെങ്കിലും അത്തരം ധൈര്യസമേതം പറയാൻ പറ്റും, ദൈവം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് റിപ്പോർട്ട് ചെയ്യും, പിന്നെ ആർക്കും പറയാൻ പറ്റില്ല. അത് വലിയ വിവാദമായിട്ട് മാറും. സോ അങ്ങനെയുള്ള നമ്മുടെ മുൻഗാമികളെന്നൊക്കെ പറഞ്ഞാൽ ശക്തമായ ജേർണലിസത്തിന് വെക്കാത്തതാണ്. പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ശക്തി നഷ്ടപ്പെട്ട്. ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ അധികം സ്പോർട്സിലാണെങ്കിലും ജേർണലിസ്റ്റിലാണെങ്കിലും ഒരുപാട് രാഷ്ട്രീയം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പൊതുവെ പറയുന്നതാണ് ഇന്ത്യ എന്നുള്ളത് ഒരു മാധ്യമ സ്വാതന്ത്ര്യം പൂർണ്ണമായും ഉള്ള രാജ്യമാണെന്ന് പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും അത് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് ഇവിടെ വലിയൊരു ചോദ്യമായിട്ട് മാറുന്നുണ്ടല്ലോ. അതായത് ഇന്ത്യയിൽ, നമ്മൾ കേരളത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് സധൈര്യം നമുക്ക് എഴുതാൻ പറ്റും. അപ്പം ഇന്നത്തെ ചന്ദ്രയാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സ്വർണ്ണപ്പായ വിഷയവുമായി ബന്ധപ്പെട്ട് അതിശക്തമായിട്ട് സർക്കാർ നിലയ്ക്ക് നമ്മൾ എഴുതുന്നുണ്ട്. വാർത്ത മാത്രമല്ല, ലേഖനങ്ങൾ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ അവലോകനങ്ങൾ നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട്. അതേസമയത്ത് നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയും ശക്തമായിട്ട് നിങ്ങൾക്ക് എഴുതാനോട്ട് പറ്റില്ല. കൽക്കത്തയിൽ ടെലഗ്രാഫ് എന്ന പത്രമുണ്ട്, ടെലഗ്രാഫ്. അതിൻ്റെ എഡിറ്റർ ഒരു മലയാളിയാണ്, രാജഗോപാൽ മോറൻ. അപ്പം അദ്ദേഹം വളരെ ശക്തമായിട്ട് കൽക്കത്തയിൽ ഇരുന്നു കൊണ്ട് ടെലഗ്രാഫിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്ന് കാണിച്ച ഒരാളാണ്. അപ്പം അതേപോലെ ഞങ്ങൾ ചോദ്യം, നിങ്ങൾക്ക് എങ്ങനെയാണ് നല്ല ഹെഡിങ്സ് ധൈര്യം വരിക? അത് നമ്മുടെ മമതയുണ്ട്, ഒരു സപ്പോർട്ട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അതേ സമയത്ത് നിങ്ങൾ ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് UP മാത്രം എടുത്താൽ മതി. UPയിലൊക്കെ നമ്മൾ പോയപ്പോഴേക്കും സ്വാതന്ത്ര്യം നമുക്കില്ല. അപ്പം ഇന്ത്യയിൽ പത്രസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദേശീയ മാധ്യമങ്ങൾ എടുക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ ദേശീയ മാധ്യമങ്ങളും മോദി ഭരണകൂടത്ത് BJP പുകഴ്ത്തുകയാണ്. രാഹുൽ ഗാന്ധി വോട്ട് ചോരി വിവാദങ്ങൾ കൊണ്ടുവന്നപ്പോൾ 1-2 വിശദമായ പത്രസമ്മേളനങ്ങൾ അദ്ദേഹം നടന്നു. ഈ പത്രസമ്മേളനത്തിൽ പലതും നാഷണൽ മീഡിയ, സോക്കോൾഡ് നാഷണൽ മീഡിയസ് കണ്ടിട്ടില്ല. അവർ കാണുന്നുണ്ട്, പക്ഷെ അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ സംഭവങ്ങളൊന്നും അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് ഈ നമ്മുടെ വർഗീയത, ജാതി, മതം ചേർത്തിട്ട്, ഇപ്പം ബീഹാർ ഇലക്ഷനിലൊക്കെ നമുക്ക് പോയാൽ തന്നെയുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്, നമ്മൾ ഭരണഘടനയെ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. നമ്മൾ ഈ ഭരണഘടനയെ മൗലികാവകാശങ്ങൾ നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ നോർത്തിലേക്ക്, നമ്മുടെ രാജ്യത്തിൻ്റെ വലിയ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ല. അവിടെ നമ്മളിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു PR വർക്കാണ്. ഇപ്പോൾ ഭരണകൂടത്തെ നമ്മളിങ്ങനെ പ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അതേ സമയത്ത് നിങ്ങൾ ഭരണകൂടത്തിനെതിരെ എഴുതിയാലോ സംസാരിച്ചാൽ, 2008 നമ്മൾ ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് ചൈനയിൽ, അവിടെ മിഡ് ഡേ എന്ന് പറയുന്ന ഒരു പത്രം, മിഡ് ഡേ എന്ന് പറഞ്ഞാൽ മുംബൈയിൽ നിന്നും ആസ്ഥാനമായ ഒരു പത്രമാണ്.
ആ പത്രത്തിൻ്റെ ഒരു റിപ്പോർട്ടർ ഈ ഒളിമ്പിക്സിൻ്റെ സമയത്ത് ചൈനയിൽ ദലൈലാമ, അതായത് അന്ന് പക്ഷിക്കൂട് എന്ന് പറയുന്ന ബെയ്ജിങ്ങിലൊരു സ്റ്റേഡിയം ഉണ്ട്, ബേർഡ്സ് നെസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്, മലയാളത്തിൽ പക്ഷിക്കൂട് എന്ന് പറയുന്നത്. അന്ന് ബെയ്ജിങ്ങിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു വാർത്ത എഴുതി, അതായത് ഈ ഉദ്ഘാടന ചടങ്ങ് അലങ്കോലപ്പെട്ടേക്കാം, അതായത് ദലൈലാമ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ടിബറ്റൻസ് ഉണ്ട്, അവിടെ ഒരു പക്ഷേ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കാം എന്നൊരു സാധ്യത എഴുതിയപ്പോൾ വരി നെക്സ്റ്റ് ഡേ അദ്ദേഹത്തെ പിടിച്ച് നാറുകെടുത്തൽ. ചൈനീസ് ഭരണമാണ്, ചൈനയുടെ ദൂരല്ലേ. ഞാൻ 2 തവണ അവിടെ പോയതാണ് പല കാര്യങ്ങളൊക്കെ, ഒളിമ്പിക്സിന് മറ്റേ ഏഷ്യൻ ഗെയിംസിനൊക്കെ പോയതാണ്. അപ്പോൾ അവിടത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എത്തുമ്പോഴേ നമുക്കറിയാം അവിടെ സർക്കാരിനെതിരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളോട് അവിടെയുള്ള അംബാസഡേഴ്സ് ആണെങ്കിൽ, അവിടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആണെങ്കിൽ അവർ പറയും ഇത് കേരളമല്ല, ഇന്ത്യയല്ല, നിങ്ങൾ സൂക്ഷിച്ച് എഴുതാവും. നമ്മൾ ചോദിക്കുക കൂടി, നമ്മൾ മലയാളത്തിലാണ് എഴുതുന്നത്. ഇപ്പോൾ ചൈനക്കാരൻ എങ്ങനെയാണ് മലയാളം അറിയുക എന്നവർ കൂടി. അപ്പോൾ അവർ പറയുന്നത് ദ്വിഭാഷയിലൂടെ എഴുതി, ഏത് ഭാഷയിൽ നിങ്ങൾ എഴുതിയാലും സംസാരിച്ചാലും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു വാർത്തയോ സംസാരമോ ആണെങ്കിൽ നിങ്ങൾ പിടിക്കുന്നതാണ്. അത് എന്നാണ് ഇപ്പം ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ സോക്കോൾഡ് നമ്മൾ ചൈനയ്ക്കായി മാറുകയാണ് ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം. ഇപ്പോൾ നമ്മൾ ആ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെയാണ് ഇന്ത്യ നടക്കുന്നത്.